നമസ്കാരം. സാംസങ് എന്ന ബ്രാൻഡ് ഇഷ്ടപ്പെടാത്തവർ വളരെ വിരളമായിരിക്കും. ഒരുപക്ഷെ വെറുതെ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയാൽ പോലും ആളുകൾ അത് ഏറ്റെടുക്കുകയും വലിയ നിലയിൽ വിറ്റഴിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏറ്റവും പ്രീമിയം ഫോണായ ആപ്പിൾ ഐഫോണുകൾ വിരാജിക്കുന്ന ടോപ്പ് ക്ലാസ് സെഗ്മെന്റിലും സാംസങ് കില്ലാടി തന്നെയാണ്. ആപ്പിളിന് മുൻപ് തന്നെ AI സാങ്കേതിക വിദ്യയൊക്കെ അവതരിപ്പിച്ച തങ്ങളൊട്ടും ചില്ലറക്കാരല്ല എന്നും സാംസങ് തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത് മാറി. കോമ്പറ്റീഷൻ കടുത്തു. വിപണിയിൽ കൂടുതൽ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ബ്രാൻഡുകൾ വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവർ കൂടുതൽ മെച്ചപ്പെട്ട ഫീച്ചറുകൾ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി നേടുകയാണ്. നമുക്കറിയാം, ഒരുപാട് ഫോണുകളിൽ നിന്ന് പുത്തൻ ഫീച്ചറുകൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, OnePlus പോലുള്ള ഫോണുകൾ, അതുപോലെ തന്നെ iQലെല്ലാം തന്നെ ഇത്തരം ഫോണുകൾ പ്രോസസ്സറിലടക്കം കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ആളുകളെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, AI സാങ്കേതിക വിദ്യയും ഇപ്പോൾ മറ്റ് ഫോണുകളിലും എത്തിയിട്ടുണ്ട്. അവിടെയാണ് ആപ്പിൾ ഇപ്പോഴും പിന്നോട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ആപ്പിളിനോടും സാംസങ്ങിനോടും ഒക്കെ പിടിച്ചു നിൽക്കുകയാണ് ചെറു കമ്പനികൾ പോലും ഇപ്പോൾ. എന്നാൽ ഇതുകൊണ്ടൊന്നും സാംസങ് തളരുന്നില്ല. അതിൻ്റെ തെളിവാണ് ബജറ്റ്, മിഡ് ബജറ്റ് സെഗ്മെൻറ്റുകളിൽ മാത്രമല്ല പ്രീമിയം വിഭാഗത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന സാംസങ് മാജിക്ക ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ അതിന് അടിവരയിടുന്ന കൂടുതൽ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനി ഈ വർഷം ആദ്യമായാണ് തങ്ങളുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S24 സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയത്. സാംസങ്ങിൻ്റെ മുൻനിര ഫോണിൻ്റെ അൺഫോൾഡബിൾ പതിപ്പായ ഗാലക്സി S24 FE ഈ വർഷാവസാനം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി ലോഞ്ച് തീയതി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അധികം വൈകില്ല എന്നാണ് സൂചന. പ്രീമിയം ഫോൺ വാങ്ങാൻ കഴിയാത്തവർക്കായി അവരുടെ പൾസ് കൂടി മനസ്സിലാക്കിയാണ് സാംസങ് ഫാൻ എഡിഷൻ ഫോണുകൾ പുറത്തിറക്കിയത്. ഫോണിൻ്റെ നിർമ്മാതാവിൻ്റെ പേര്, വിപണി നാമം, ബ്രാൻഡ്, മോഡൽ നമ്പറുകൾ എന്നിവ അടുത്തിടെ ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു. SM S721B, SM S721U, SM S721W, SM S721N എന്നീ മോഡൽ നമ്പറുകളോടെയാണ് ഗാലക്സി S24 FE പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതിനോടൊപ്പം അവർ പുറത്തുവിട്ടിട്ടില്ല. സാംസങ്ങിൽ നിന്ന് വരാനിരിക്കുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. എന്നാൽ ഗാലക്സി S24 FE 6.1 ഇഞ്ച് AMOLED ഡിസ്പ്ലേ അവതരിപ്പിക്കുമെന്ന് മുൻപ് തന്നെ സൂചന ലഭിച്ചിരുന്നു. വിപണിയെ ആശ്രയിച്ച ഫോൺ Exynos 2400 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റിൽ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം 12GB LPDDR5X RAM ഫോണിൽ ഫീച്ചർ ചെയ്യുമെന്ന് കരുതപ്പെടുന്നുണ്ട്. 128GB 256GB UFS 3.1 സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഫോൺ അവതരിപ്പിക്കുമെന്നാണ് സൂചന. 4500 mAh ബാറ്ററിയാണ് ഇതിന് പിന്തുണ നൽകുക എന്നാണ് അറിയുന്നത്. എന്നാൽ ഫോണിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 54,000 രൂപ മുതലാണ് ഇതിൻ്റെ മുൻഗാമിയായ സാംസങ് ഗാലക്സി S23 FEയുടെ വില വന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറയാൻ ഇടയില്ല എന്നാണ് വിലയിരുത്തുന്നത്.